തിരുവനന്തപുരം പാളയം ശക്തിവിനായക ക്ഷേത്രത്തിന് മേടം 1 കൈവന്നത് നവചൈതന്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന്റെ കൂറ്റൻ അലങ്കാര ഗോപുരം, ഭജന മണ്ഡപം, തിടപ്പള്ളി, പ്രദക്ഷിണപാത എന്നിവയാണ് പുനരുദ്ധരിച്ചത്. പുനരുദ്ധാരണം വഴിപാടായി സമർപ്പിച്ച ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് കുടുംബാംഗങ്ങളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ചടങ്ങിൽ ആദരിച്ചു. പാളയം ജംഗ്ഷനിൽ പ്രസിദ്ധമായ ജുമാ മസ്ജിദ്, സെന്റ് ജോസഫ് ദേവാലയം എന്നതിനൊപ്പം ഇനി ശക്തിവിനായക ക്ഷേത്രവും തല ഉയർത്തി നാടിന് മേൽവിലാസമായി മാറും. വിനായകമൂർത്തിയുടെ പടുകൂറ്റൻ ശില്പവും ഓങ്കാര രൂപവും കാണിക്കമണ്ഡവും ഉൾപ്പെടുന്ന 50 അടിയോളം ഉയരത്തിലുള്ള അലങ്കാര ഗോപുരമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന്റെ കാഴ്ചയെ ഇനി സുന്ദരമാക്കുന്നത്. ഇതുകൂടാതെ തിടപ്പള്ളി, ഭജനമണ്ഡപം, പ്രദക്ഷിണപാത, ഉപക്ഷേത്രങ്ങൾ, ശുചിമുറി എന്നിവയെല്ലാം വഴിപാടായി നവീകരിച്ചത് ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് കുടുംബമാണ്. ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് A. അജികുമാർ അധ്യക്ഷത വഹിച്ച സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നിർവഹിച്ചു. കേവലം ശക്തിവിനായകന്റെ തിരുമുന്നിലുള്ള ഒരു സമർപ്പണം മാത്രമല്ല ഇത്. ആ മത സൗഹാർദ്ദ പ്രതീകങ്ങൾക്കുള്ള ശാക്തീകരണം കൂടിയായി ഈ സമർപ്പണം മാറുകയാണ്. നവീകരിച്ച പാളയം ശക്തിവിനായക ക്ഷേത്രത്തിൽ പൂജിച്ച നാണയങ്ങൾ കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി വിശിഷ്ട വ്യക്തികൾക്ക് വിഷുക്കൈനീട്ടമായി സമ്മാനിച്ചു. പാളയത്തിന്റെ മതസൗഹാർദ്ദ പ്രതീകം നവീകരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഉദയസമുദ്ര ഗ്രൂപ്പ് MDയും ജനൻ TV MDയുമായ S. രാജശേഖരൻ നായർ പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടി ഈ നാട്ടിനും നാട്ടാർക്കും വേണ്ടിയിട്ട് ഈ ക്ഷേത്രം, ഈ ഗണപതി ക്ഷേത്രം ഈ നാട്ടിന് ഞാൻ സമർപ്പിക്കുകയാണ്. ജയ ഗണേശ. രാജശേഖരൻ നായരെയും കുടുംബാംഗങ്ങളെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് അംഗങ്ങൾ, സെക്രട്ടറി G. ബൈജു എന്നിവർ ചേർന്ന് അനുമോദിച്ചു. ക്ഷേത്രത്തിലേക്കുള്ള പുതിയ ഗാനങ്ങൾ സംഗീത സംവിധായകൻ M. ജയചന്ദ്രൻ ഉദയസമുദ്ര ഗ്രൂപ്പ് കുടുംബനാഥിയും മാനേജിംഗ് പാർട്ണറുമായ ഉദയചന്ദ്രിക നായർക്ക് കൈമാറി. ക്ഷേത്ര ശില്പികളെയും ചടങ്ങിൽ ആദരിച്ചു. ചെങ്കോട്ടുകോണം മഠാധിപതി സ്വാമി ബ്രഹ്മാനന്ദ, അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി, അരൂപ്പുറം ക്ഷേത്ര സെക്രട്ടറി സാന്ദ്രാനന്ദ സ്വാമികൾ, ക്ഷേത്രം തന്ത്രി കണ്ഠരർ മോഹനർ, പാളയം ഇമാം VP സുഹൈബ് മൗലവി, ഫാദർ സജി ഇളമ്പശ്ശേരി തുടങ്ങി ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു. സൂര്യകൃഷ്ണമൂർത്തി ആവിഷ്കരിച്ച ഗണേശ ഭക്തിഗാന നൃത്ത പരിപാടികളും ചടങ്ങിന് സമാപനമായി അരങ്ങേറി. ജനം, തിരുവനന്തപുരം.